എത്ര നാളുകൾക്ക് ശേഷമാണ് നമ്മളൊരു ടൂർ പോകുന്നത്. അതെ, ഈ വീക്കെൻഡ് മുഴുവൻ നമ്മൾ റിസോർട്ടിൽ റെസ്റ്റ് എടുക്കും. അതേ ദയ്യ, ഇവര് രക്ഷപ്പെടാൻ പാടില്ല. അല്ലെങ്കിൽ ഗുങ്കുറു സാറിനോട് നമ്മൾ ചെന്ന് എന്ത് സമാധാനം പറയും? അതിനിവരെ ഇന്ന് രക്ഷപ്പെടാൻ സമ്മതിക്കില്ലല്ലോ. 2 കോടിയുടെ കാര്യമല്ലേ. അത് ശരി, ഇതുവരെ ഞാൻ 1 കോടി രൂപയുടെ കാര്യം മാത്രമേ കേട്ടിട്ടുള്ളൂ ചേട്ടാ. അയ്യോ ദയ്യ, എന്നെ രക്ഷിക്കണം ദൈവമേ. ആ വണ്ടി കൊള്ളാലോ, വെള്ളത്തിലൂടെ വരെ ഓടുന്നുണ്ട്. ഏയ്, അത് ഓടുകല്ല, ഒഴുകി പോവാ. സംശയമുണ്ടോ? ആ വണ്ടിയുടെ കാര്യം വിട്, നമുക്ക് ഈ വണ്ടിയുടെ കാര്യം നോക്കാം. ഈ വണ്ടിയാ നമ്മുടെ വണ്ടിയിൽ ഇടിച്ചത്. ജിമ്മി, അപ്പൊ നിനക്കെന്നെ അറിയാല്ലേ? ഞങ്ങൾ ഭാഗ്യവാന്മാരാണ്. ജിമ്മിയുടെ കാറാണ് ഞങ്ങളുടെ കാറിൽ ഇടിച്ചത്. സംശയമുണ്ടോ? ഐ ആം സോ ഹാപ്പി. ഞാൻ രക്ഷപ്പെട്ടു കൂട്ടുകാരെ. പക്ഷേ ഞങ്ങളുടെ വണ്ടി മാത്രം രക്ഷപ്പെട്ടില്ലല്ലോ സർ. ഇതിൽ ഇത്ര സന്തോഷിക്കാൻ മാത്രം എന്താ ഉള്ളത്? അല്ല, ഇത് ടെൻഷൻ കൊണ്ടുള്ള വാവുമായിരുന്നു. അവിടെ കണ്ടീനഗറിൽ എന്റെ മ്യൂസിക് കൺസേർട്ട് ഉണ്ട് കൂട്ടുകാരെ. അങ്ങോട്ടേക്ക് പോവുമായിരുന്നു. പക്ഷേ 2 ഗുണ്ടകൾ എന്നെ കിഡ്നാപ്പ് ചെയ്യാനായിട്ട് എന്റെ പുറകെ വരികയായിരുന്നു. അതെന്താ? ഞാൻ സ്റ്റാർ അല്ലേ കൂട്ടുകാരാ, അവർക്ക് ഒരുപാട് കാശ് കിട്ടൂന്നേ. അതാ കാര്യം. വരൂ, ഏതായാലും അവന്മാര് പോയല്ലോ. ചിലപ്പോ ഇനി എങ്ങാനും അവന്മാര് വന്നാലോ? എനിക്ക് ഇവിടെ നിന്ന് സിറ്റി വരെ പോകാനായിട്ട് നിങ്ങൾ എന്നെ ഒന്ന് സഹായിക്കാവോ? പക്ഷെ എങ്ങനെ അവിടെ എത്തുക? ഞങ്ങളുടെ കാറിനടിച്ച് താഴെ ഇട്ടു, സാറിന്റെ കാർ കേടാവുകയും ചെയ്തു. പിന്നെ വാവോ? ഇത് വിഷമം കൊണ്ടുള്ള വാവുമാണ് കൂട്ടുകാരാ. വിഷമിക്കണ്ട, ആരെങ്കിലും നമുക്ക് ലിഫ്റ്റ് തരും. അഥവാ ഗുണ്ടകൾ വന്നാൽ നമുക്ക് നേരിടാം. താങ്ക് യു സോ മച്ച്. പോകാം. ഞാൻ ക്ഷീണിച്ചു കൂട്ടുകാരെ. ഇത്രയും നടന്നിട്ടും ഒരു ലിഫ്റ്റ് പോലും നമുക്ക് കിട്ടിയില്ലല്ലോ. നോക്കൂ, ഒരു വണ്ടി വരുന്നുണ്ട്. ഞാൻ ഇപ്പൊ തന്നെ പോയി ലിഫ്റ്റ് ചോദിക്കാം. ലിഫ്റ്റ് 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 ലിഫ്റ്റ്. ഒരു വണ്ടി പോലും ഇവിടെ നിർത്തുന്നില്ലല്ലോ. പിന്നെ വാവ്, ഇത് ദേഷ്യം കൊണ്ടുള്ള വാവാണ്. ഇനിയിപ്പോ എന്താ ചെയ്യുക? ഭക്ഷണം കഴിക്കാം, അടുത്തൊരു ഹോട്ടലുണ്ട്. അതെ, ആദ്യം നമുക്ക് കഴിക്കാം, അതിനുശേഷം ചലിക്കാം. സംശയമുണ്ടോ? എനിക്ക് കോൺസേർട്ടിന് എത്തേണ്ട സമയമാവുന്നുണ്ട് കൂട്ടുകാരെ. ഒരുപാട് സമയമുണ്ട്. ഇവിടുന്ന് കണ്ടിനാറിലേക്ക് 2 മണിക്കൂർ യാത്രയേ ഉള്ളൂ. അതെ, ഭക്ഷണം കഴിച്ചതിന് ശേഷം നമുക്ക് എന്തെങ്കിലും വഴി ഉണ്ടാക്കാം. അതെ, 2 പൊറോട്ട, 2 ചപ്പാത്തി, 2 പരിപ്പ് കറി, 1 ആലു ഗോബി, 5 മസാല ദോശ, 1 കുറ്റി പുട്ടും കൂടി, പിന്നെ 5 മാംഗോ ജ്യൂസും. സംശയമുണ്ടോ? നല്ല മുളക് വറുത്തതുണ്ട്, എടുക്കട്ടെ, ഫ്രീ ആയിട്ട് തരാം. എന്താടാ, നിന്റെ അപ്പൂപ്പൻ എവിടെയെങ്കിലും മുളകിന്റെ കൃഷിയുണ്ടോ? ഞാൻ തന്ന ഓർഡർ അനുസരിച്ച് കൊണ്ടുവന്നാ മതി. പോയി. ഈ അൺഹൈജീനിക് ആയിട്ടുള്ള ഫുഡ് കഴിച്ചാൽ അതിന്റെ ശബ്ദത്തെ ബാധിക്കും കൂട്ടുകാരെ. പിന്നെ വാവ്, ഓ
ടെൻഷൻ കൊണ്ടുള്ള വാവ് ആണ്ടോ? വാവ്! പക്ഷെ ടെൻഷൻ കൊണ്ടുള്ള വാവ് കാർ ആക്സിഡന്റ് ആയപ്പോ തന്നെ പറഞ്ഞു കഴിഞ്ഞില്ലേ? എനിക്ക് പിന്നെയും ടെൻഷൻ വന്നപ്പോഴുള്ള വാവ് ആണത്. അതെ താത്ത. ഒരു കാര്യം പറഞ്ഞാലോ, ഇതൊരു നല്ല അവസര. ആ. ആ ഗിറ്റാർ എടുത്ത് ഇവിടുന്ന് അങ്ങോട്ട് പയ്യെ പയ്യെ അങ്ങ് മുങ്ങിയാലോ? വാവ്! എന്റെ ഗിറ്റാർ മോഷ്ടിക്കാൻ നോക്കുന്നോ? എന്തെങ്കിലും ബുദ്ധി പറ താത്ത, അഥവാ പിടിക്കപ്പെട്ടാൽ നല്ല ഇടി കിട്ടും. അല്ല, ഒന്നെടുത്ത് നോക്കിയതാ. ഞങ്ങള് ഈ ഗിറ്റാറൊക്കെ വായിക്കാറുണ്ട്. ആണോ? എന്നാ പിന്നെ അത് എടുത്തോ, എന്തെങ്കിലും ഒന്ന് വായിച്ചേ കേക്കട്ടെ. സ്വരം. താത്ത, അതെ തെയ്യ, ഗിറ്റാറ് കിട്ടി. ഇനി നമുക്ക് അങ്ങ് സ്ഥലം കാലിയാക്കിയാലോ? വാവ്! ഇവന്മാര് രണ്ടുപേരും അതേ കിഡ്നാപ്പേഴ്സ് തന്നെയാണ്. അതിന് ഞങ്ങൾ വേഷം മാറിയാണല്ലോ വന്നിരിക്കുന്നേ. പിന്നെ എങ്ങനെ അവരിത് ഇത്ര പെട്ടെന്ന് കണ്ടുപിടിച്ചേ? അത് വിടെ ഗിത്താർ എടുത്തോണ്ട് ഓടിക്കോ. ഏയ് പിടിക്കവുമാരെ, അതെന്റെ പ്രിയപ്പെട്ട ഗിറ്റാറാണ് കൂട്ടുകാരെ. അയ്യോ, എന്റെ കണ്ണീരിതേ. അയ്യോ, എന്റെ ഗിറ്റാർ! വാവ്! വാവു അല്ല, താങ്ക് യു ആണ് പറയേണ്ടത്. എന്റെ കൂട്ടുകാരാ, അത് വാവിന് ശേഷമല്ലേ പറയേണ്ടത്? താങ്ക് യു. നിനക്കറിയാവോ, ഇതെന്റെ പ്രിയപ്പെട്ട ഗിറ്റാറാണ്. എന്റെ പപ്പ സെഞ്ചുറി അടിച്ച ബാറ്റ് മോഡിഫൈ ചെയ്ത് ഉണ്ടാക്കിയ ഗിറ്റാറാണിത്. ട്രിങ് ട്രിങ്. ഒരു കാര്യം മനസ്സിലായില്ല, അവര് നിങ്ങളെ കിഡ്നാപ്പ് ചെയ്യുന്നതിന് പകരം ഗിറ്റാർ മോഷ്ടിച്ചോണ്ട് എന്തിനാ പോയത്? ഇതെന്റെ ബെസ്റ്റ് ഗിറ്റാറാണ്. മാർക്കറ്റിൽ ലക്ഷക്കണക്കിന് രൂപ വില വരും ഇതിന്. അറിയാവോ നിങ്ങൾക്ക്? ആ, കൂടാതെ ഇതിൽ രത്നങ്ങളും പതിപ്പിച്ചിട്ടുണ്ട്. ഇത് രത്നമൊന്നുമല്ല, ഇത് ഡയമണ്ട് ടൈപ്പിലുള്ള ഡിസൈൻ ആണ്. വൗ! നീ വാവു എന്ന് പറഞ്ഞു കഴിഞ്ഞാ പിന്നെ ജിമ്മി എന്ത് പറയും? നീ സംശയം ഉണ്ടോന്ന് ചോദിക്കേ. അതെ, എനിക്കിപ്പോ കൺസേർട്ടിന് പോകേണ്ടതാണ്. നിങ്ങൾ എന്നെ ഒന്ന് സഹായിക്കൂ കൂട്ടുകാരെ. ഗണ്ടി നഗറിലേക്ക് ഞാനിപ്പോൾ എങ്ങനെ എത്താനാണ്? ഹേടോ ബ്രൗൺ ബീസക്കാരാ, കണ്ടി നഗറിലേക്കുള്ള ബസ് 3 മണിക്കൂർ കഴിഞ്ഞേ വരികയുള്ളൂ. സർ, താങ്കൾ ഞങ്ങളെ കണ്ടി നഗർ വരെ ഒന്ന് വിടാമോ പ്ലീസ്? എന്താ വിളിച്ചത്? സാറേന്നാണോ? ഇത്രയധികം ബഹുമാനത്തോടെ വിളിക്കുമ്പോ ഞാൻ എങ്ങനെയാ സഹായിക്കാതിരിക്കുന്നേ? വന്ന് കേറിക്കോ. ആ? എങ്ങോട്ട് പോയി? ആഹാ. ലക്ഷത്തിന്റെ രത്നങ്ങളാണത്. ഞങ്ങൾ ഞങ്ങളുടെ പരമാവധി ശ്രമിച്ചതാ, പക്ഷേ പട്ടിയും പൂച്ചകളും ചേർന്ന് ഞങ്ങൾ ഒരുപാട് ആക്രമിച്ചു. പട്ടിയുടേതും പൂച്ചയുടെന്ന് തല്ലുവാങ്ങി വന്നിരിക്കാണോ? എന്നെ ഇതുവരെ ഒരു പട്ടിയോ പൂച്ചയോ ഒന്നും ആക്രമിച്ചിട്ടില്ല, മനസ്സിലായോ? ഞാൻ ദയ്യോട് വേണ്ട വേണ്ട നന്നേ പറഞ്ഞതാ. ആ ഗിറ്റാറിൽ രത്നം പതിപ്പിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? ഇപ്പതാ കിട്ടിയില്ലേ പണി കയ്യോടെ തന്നെ. വീണില്ല, അതാണ്. നാഗബന്ധി ക്രോസ് ചെയ്ത് രത്നങ്ങൾ നഗരത്തിലെത്തിക്കാൻ ഞാൻ വേറെ വഴിയൊന്നും കണ്ടില്ലായിരുന്നു. ജിമ്മി വലിയ സ്റ്റാറാണ്, അവന്റെ ഗിറ്റാർ ആരും തന്നെ അങ്ങനെ ചെക്ക് ചെയ്യില്ല, അതാണ്. പക്ഷേ ഇനി അയാളുടെ കയ്യിൽ നിന്ന് നമ്മൾ ആ ഗിത്താർ ഇങ്ങനെ തിരിച്ചെടുക്കും. ആദ്യം അയാളുടെ അടുത്തേക്ക് പോകുന്നു, പിന്നെ തട്ടിപ്പറിക്കുന്നു. എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? ഇനി നിങ്ങളുടെ കൂടെ ഈ ഞാനും വരും, എന്നിട്ട് ഗിറ്റാറും കൈക്കലാക്കും. നിങ്ങൾ കണ്ടോളൂ ഗിറ്റാർ എങ്ങനെയാണ് ഞാൻ കൈക്കലാക്കുന്നതെന്ന്, അതാണ്. രത്നങ്ങൾ കിട്ടിയതിനു ശേഷം മതി ഡാൻസ് ഒക്കെ. ഇപ്പൊ വാ പോകാം, അതാണ്. ഈ ഗിറ്റാർ വായിക്കാൻ അറിയാമോ അതോ ചുമ്മാ ഇങ്ങനെ കയ്യിൽ വെച്ചിരിക്കുകയാണോ?
ഇദ്ദേഹം വലിയൊരു സിംഗറാണ്. അയ്യോ, എന്റെ അത്രയും വലിയ സിംഗർ വേറെ ആരുമില്ല. ഞാൻ 5.5 കട്ടയ്ക്ക് വരെ പാടാറുണ്ട്. താങ്കളും സിംഗറാണോ? എങ്കിലൊന്ന് പാടാമോ? ഞാൻ സ്വന്തമായിട്ടൊരു തിക്ക് റാപ്പ് വരെ ഉണ്ടാക്കിയിട്ടുണ്ട്. Come on. Tau, 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 yo, yo, back, yo, yo. ആഞ്ഞുപിടി കൂമ്പിലിടി കണ്ടിട്ടില്ല ഇന്നോ യോയോ. മീശയ്ക്കോ മോശമല്ല, കൊമ്പത്തെ ആശയില്ല. ഫ്രീക്കന്റെ മൂക്ക് കണ്ടോ, മൂക്കിന്റെ നീളമുണ്ടേ. ഏയ് വൗ! എന്റെ ചെവിയുടെ ലൗഡ് സ്പീക്കർ വരെ അടിച്ചു പോയിടോ. യോ 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 യോ, നിർത്താതെ മുഴക്കും ഞാൻ പോ പോ പോ. ഏയ് വൗ 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 വൗ. അയ്യോ വാവ് വാവ് എന്ന് പറയാതെ രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് പറ. സംശയമുണ്ടോ? നമ്മൾ ഇനി മുന്നോട്ട് എങ്ങനെയാ പോവുക? നടന്ന് നേരെ അങ്ങ് വിട്ടോ. മുമ്പോട്ട് പോകുമ്പോ ഒരു ഗ്യാരേജ് ഉണ്ട്, അവിടുത്തെ ഒരു മെക്കാനിക്കിനെ അങ്ങ് വിട്ടേക്കണേ. ദാ ഇത് ബസ് സ്റ്റോപ്പാണ്. ഇവിടെ നിന്നാ തീർച്ചയായിട്ടും നമുക്ക് ബസ് കിട്ടും. വൗ, ദാ ഒരു ബസ് വരുന്നുണ്ടല്ലോ. ആ വന്നാട്ടെ വന്നാട്ടെ. അല്ല, നിങ്ങൾ എങ്ങനെയാ നടു റോട്ടിൽ ഒറ്റയ്ക്കായതെന്ന് ആലോചിക്കുന്നേ? അല്ല, നിങ്ങൾക്ക് എങ്ങോട്ടാ പോകേണ്ടത്? ഇത് ഖണ്ഡി നഗറിലേക്കുള്ള ബസ്സാ. അവിടേക്ക് തന്നെയാ ഞങ്ങൾക്ക് പോകണ്ടേ. ഇത് റോക്ക് സ്റ്റാർ ജിമ്മിയാണ്. ഇദ്ദേഹത്തിന് അവിടെ ഷോ ഉണ്ട്. സാക്ഷാൽ ശിവനാണ് സത്യം. ഇദ്ദേഹത്തിന് എനിക്ക് നന്നായിട്ട് അറിയാം. വൗ, അത് കൊള്ളാലോ. ഒരു കാര്യം ചോദിച്ചോട്ടെ, നല്ല മെലഡി ഗാനങ്ങൾ പാടിക്കൂടെ? നിങ്ങളുടെ പാട്ടുകൾ കവിത പോലെയാണ്. വൗ, അത്രയ്ക്ക് അങ്ങോട്ട് സന്തോഷിക്കണ്ട. അയാള് നിങ്ങളെ കളിയാക്കിയതാണ്. ദോ, ഇത് ദേഷ്യം കൊണ്ടുള്ള വാവു ആയിരുന്നു. വൗ. ഈ കവിത എന്താണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അഴകുള്ള വണ്ടി ഒന്ന് സപ്പോർട്ട് ചെയ്തൂടെ നിങ്ങൾക്ക്? ഇവിടെ ആരുടെങ്കിലും കയ്യിൽ സപ്പോർട്ട് ഉണ്ടോ? എങ്കിൽ ഇദ്ദേഹത്തിന് കൊടുക്കൂ. ഈ ഹണി എല്ലാവർക്കും ഇങ്ങനെ പണി കൊടുക്കും. ഇന്നിത് അയാളുടെ ഊഴമാ. സംശയമുണ്ടോ? എന്റെ ശിവഭഗവാനാണ് സത്യം. ഞാൻ ഇങ്ങനെയാണ് കവിത ചൊല്ലാറ്. എന്നാ ഞാൻ വേറൊരു കവിത ചൊല്ലാം. കാർമേഘത്താൽ ഇരുണ്ടുകൂടിയ ആകാശത്തിൽ ആദ്യമായി വന്നതോ ഇടിയും മിന്നലും. ടിം 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 ടിം. ഇന്നത്തെ കാലത്ത് മഴവെള്ളം മണ്ണിൽ പതിക്കുന്നതോ ടപ്ലും 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 ടപ് 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 ടപ്. എടോ, ബാക്കിയൂടെ പറഞ്ഞിട്ട് പോ. ആദ്യം മഴ മുഴുവൻ പെയ്ത് തീരട്ടേന്നേ. ഭൂമിയിലാകെ വെള്ളം നിറഞ്ഞു. സംശയമുണ്ടോ? ബാക്കിയും കൂടി പറ. താരങ്ങൾ നോക്കി നിൽക്കെ ചന്ദ്രൻ വിടവാങ്ങി. സൂര്യനല്ലോ തേരിൽ കയറി പാഞ്ഞിങ് വന്നത്. വന്നുകൊണ്ടിരിക്കുന്നു ടപ് ടാപ് ടപ് ടാപ് ടപ് ടാപ് ടപ് ടാപ് ടപ് ടപ്. പുറത്തു നിന്നാണ് കേൾക്കുന്നത്. കുതിരകളുടെ ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ. കൊള്ളക്കാരല്ലേ? കൊള്ളക്കാര് വന്നല്ലോ. കൊള്ളക്കാര് വരുന്നു. മര്യാദയ്ക്ക് ബസ് നിർത്ത്. ഇതാരാണാവോ ഈ പാടുന്നത്? ഇത് ഞാൻ തന്നെയാണ് പാടുന്നത്. സർദാറാണ്. എല്ലാവരെയും കൊള്ളയടിക്കടാ, കൊള്ളയടി. വേഗന്താ കയ്യിലെ കാശ് മുഴുവൻ എടുക്ക. ഇതെന്താ ലോട്ടറി ടിക്കറ്റോ? അഥവാ അടിച്ചു കഴിഞ്ഞാൽ ആ കാശ് നിങ്ങൾ തന്നെ എടുത്തോ. ഞാൻ ഭിക്ഷയാണെന്ന് വിചാരിച്ചോ?
സത്യമായിട്ടും എന്റെ കയ്യിൽ ഒന്നുമില്ല. ഇവർക്കിട്ടുള്ള പണി ഞാൻ ഇപ്പൊ തന്നെ കൊടുത്തേക്കാം. ഏയ്, നോ 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 ഡോ, ഇവരുടെ കയ്യിലൊക്കെ തോക്കുണ്ടെന്ന്. സർദാർ എല്ലാം കൂടി ചേർത്ത് 5480 ഉണ്ട്. അത്രേ ഉള്ളൂ. അപ്പൊ സ്വർണം എല്ലാം റോൾഡ് ഗോൾഡാ ഇട്ടിരിക്കുന്നത്. ഒരു ചെയിൻ ആ ജ്വല്ലറിക്കാരന്റെ കഴുത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. പിന്നെ 2-3 മോതിരവും ഉണ്ട്. ഓ അയ്യോ, ഈ കൊള്ളക്കാരുടെ ബിസിനസ്സിൽ ഒരു തരി ലാഭം പോലും കിട്ടുന്നില്ലല്ലോ. എല്ലാവരെയും പൊക്കിക്കോ. ബാക്കി കാശ് നമുക്ക് ഇവരുടെ വീട്ടുകാരിൽ നിന്ന് ഈടാക്കാം. അയ്യോ, എന്നെ ഒന്ന് വെറുതെ വിടണേ. ഞാനാണെങ്കിൽ ഇതുവരെ കല്യാണം പോലും കഴിച്ചിട്ടില്ല. ഒന്നിനെയും വിടണ്ട, എല്ലാത്തിനെയും പൊക്കിക്കോ. ഇത് വല്ലാത്ത അടിയായി പോയി. ഇനി എന്തിനാ നോക്കി നിൽക്കുന്നേ? വേഗം കൊണ്ടുപോവാ നോക്ക്. ആരും വെറുതെ രക്ഷപ്പെടാൻ ശ്രമിക്കണ്ട. എന്റെ ആൾക്കാർ 4 പാടും കോറസ് പോലെ നിങ്ങളെ വളഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ വളരെ നന്നായി പാടുന്നുണ്ട്. അതെ, ഇതിനു മുമ്പ് ഞാനൊരു ഓർക്കസ്ട്രയിലായിരുന്നു പാടിയത്. പക്ഷെ ഇത് അവസാനിപ്പിക്കുമ്പോ കുതിരയെ പോലെ ഇങ്ങനെ ചെനക്കുന്നത് എന്തിനാ? എടോ, ഞങ്ങൾ ഓർക്കസ്ട്രക്കാർ കുതിരപ്പുറത്തായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അതുകൊണ്ടാ അങ്ങനെ അതൊരു ശീലമായി. ഈ ഗിറ്റാറിന്റെ ബെൽറ്റിൽ രത്നങ്ങളാണോ പൽപ്പിച്ചിരിക്കുന്നത്? വൗ, എടോ, ഇത് രത്നങ്ങളൊന്നും അല്ല, അതിന്റെ ഡിസൈൻസ് മാത്രമാണ്. ഞാൻ ജ്വല്ലറിക്കാരനാണോ? നീ കണ്ണടച്ച് പിടിച്ചാൽ പോലും എനിക്ക് തിരിച്ചറിയാൻ കഴിയും. ഒന്നുമില്ലെങ്കിൽ 2 കോടി രൂപയുടെ രത്നങ്ങളുണ്ട്. ഇപ്പോഴാണ് മനസ്സിലായത് ജിമ്മി, ആ ഗുണ്ടകൾ നിങ്ങളുടെ അല്ല, ഈ ഗിറ്റാറിന് പറയാണ്. സംശയമുണ്ടോ? എടാ, ആരെങ്കിലും അവന്റെ കയ്യിൽ നിന്ന് ആ ഗിത്താർ ഒന്ന് പിടിച്ചു വാങ്ങ്. ഈ ഗിത്താർ അങ്ങ് അകത്ത് കൊണ്ട് വെച്ചേക്ക്. സമയം ഒരുപാട് വൈകി കൂട്ടുകാരെ. ഒരു പക്ഷെ എനിക്ക് കൺസേർട്ടിൽ എത്താൻ പറ്റിയില്ലെങ്കിൽ ആശ്രമത്തിലെ കുട്ടികൾക്ക് വളരെ വലിയ നഷ്ടം ഉണ്ടാവും. സാർ, ഞങ്ങൾക്ക് ഖണ്ഡി നഗറിൽ എത്തേണ്ടതുണ്ട്. ഞങ്ങൾ പോവുകയാണേ. ബൈ. എടാ, നിന്നെ ഇവിടെ ഞങ്ങൾ സൽക്കരിക്കാൻ വിളിച്ചുകൊണ്ട് വന്നതല്ല, മനസ്സിലായോ? എനിക്ക് കാശ് കിട്ടുന്നത് വരെ ഇവിടെ നിന്ന് ആരും പോകില്ല. ഞങ്ങൾ ഇവിടെ കുത്തിയിരുന്ന നിങ്ങൾക്കത് കിട്ടുമോ? നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോയി അന്വേഷിക്കണം. ഞങ്ങൾക്കാണെങ്കിൽ സമയവും ഇല്ല. ഇവനെ ഒന്ന് പരിശോധിച്ച് ഇവന്റെ ഹെഡ്ഫോണിന് വല്ല തകരാറും സംഭവിച്ചിട്ടുണ്ടോന്ന്. ദാ വീണ്ടും കേട്ടോളൂ, ആരും ഇവിടെ നിന്നും പോകില്ല. എല്ലാവരുടെയും മുതലെടുക്കും. എല്ലാം കിട്ടിക്കഴിഞ്ഞതിന് ശേഷം ഈ പണി ഞങ്ങൾ അങ്ങ് നിർത്തും. പിന്നെ ഞാനൊരു റെക്കോർഡിംഗ് സ്റ്റുഡിയോ തുടങ്ങും, എന്റെ സ്വന്തം നാട്ടിൽ തന്നെ. എന്തെങ്കിലും ഒന്ന് ചെയ്യേ, ഇല്ലെങ്കിൽ ജിമ്മിക്ക് ഖണ്ഡി നഗറിൽ എത്താൻ കഴിയില്ല. സംശയമുണ്ടോ? എനിക്കൊരു ഐഡിയ തോന്നുന്നുണ്ട്. അഥവാ കൊള്ളക്കാരുടെ ശ്രദ്ധ സർദാറിന്റെ പാട്ടിലേക്ക് മാറിയാൽ അപ്പൊ നമുക്ക് രക്ഷപ്പെടാം. ഞാൻ തന്നെ പാട്ടുണ്ടാക്കും, ഞാൻ തന്നെ ഈണമിടും, അത് ഞാൻ തന്നെ പാടും, കൂടാതെ ഞാൻ തന്നെ കേൾക്കുമല്ലോ. എങ്ങനെ ഉണ്ടാക്കാനാ? പ്രാക്ടീസേ ഇല്ലല്ലോ. ആദ്യം പ്രാക്ടീസ് ചെയ്. അതെ സാറേ, ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് പാട്ട് തരാം. ഇരുന്നാട്ടെ ഇരുന്നാട്ടെ, സർദാർ പാട്ട് പാടും. എല്ലാവരും ശ്രദ്ധിച്ചോളൂ. ചുവന്ന ഇലകളുള്ള മരത്തിൽ വിടരുന്നതാ നീലപ്പൂവ്. പായുന്ന ബസ്സിൽ നിന്നും ഉയരുന്ന പുകയോ. കൊള്ളാം കൊള്ളാം. കാറ്റിനെ കയ്യിൽ നിറച്ചുകൊണ്ട് കുയില് പാടുന്നില്ലേ കൂ. ഓടുന്ന ബസിന്റെ ജനൽവാതിലിൽ കൂടി തുപ്പരുതേ ആരും തൂ തൂ തൂ. എങ്ങനെയുണ്ട്? ഇത് കൊള്ളാം. എന്താ ഒരു കവിത? പാടിയാട്ടെ പാടിയാട്ടെ. ചുവന്ന ഇലയുള്ള മാമരം വിടരുന്നേ നീലപ്പൂ. പായുന്നൊരീ ബസിൽ നിന്നും ഉയരുന്നിതാ പുകയോ. കാറ്റിനെ കയ്യിൽ നിറച്ചുകൊണ്ട് കുയിലു പാടുന്നു കൂ. ഓടുന്ന ബസിന്റെ ജനൽവാതിലിൽ കൂടി തുപ്പരുതേയാരും. ഇല്ലില്ല, ഇത് അത്രക്കങ്ങോട്ട് പോരാ. കൂടെ മ്യൂസിക് വേണം. സംശയമുണ്ടോ? അതെ, ഗിറ്റാർ കൊണ്ടുവാ. ജിമ്മി ഉണ്ടല്ലോ, ജിമ്മി മ്യൂസിക് ഇടും. എടോ, പോയ ഗിറ്റാർ എടുത്തോണ്ട് വാ.
വർണ്ണയിലയുള്ള മാമരം വിടരുന്ന നീലപ്പൂ പായുന്നൊരു ബസിൽ നിന്നും ഉയരുന്നത് പുകയോ. വളരെ നന്നായിട്ടുണ്ട് സർദാർ. എന്ത് പാട്ടായത്? കാറ്റിന്റെ കയ്യിൽ നിറച്ചുകൊണ്ട് കുയിലു പാടുന്നു കൂ. ഓടുന്ന ബസിന്റെ ജനൽവാതിലിൽ കൂടി തുപ്പല്ലേ ആരും കൂ. മുറുക്കി തുപ്പല്ലേ കൂ. മുറുക്കി ചുവന്ന തുപ്പല് ഇവിടെ. എല്ലാവരും വരൂ, ഇതാണ് അവസരം. ഇവിടെ നിന്ന് രക്ഷപ്പെടാം. സർദാർ, ഡിസ്റ്റർബ് അവിടുന്ന് രക്ഷപ്പെടുന്നു. ഇതുവഴി പോവാം. എവിടുന്നാണ് നമ്മൾ പുറപ്പെട്ടത് അവിടെ തന്നെ തിരിച്ചെത്തിയിരിക്കുന്നു. മലമുകളിലേക്ക് കയറാം നമുക്ക്. ഓടിക്കോ. നമ്മളിത് എവിടേക്ക് ഓടിയാലും വീണ്ടും തിരിച്ച് ഇവിടേക്ക് തന്നെ എത്തുകയാണല്ലോ എന്റെ കൂട്ടുകാരെ. ഞാൻ മുകളിൽ പോയി വഴി നോക്കിയിട്ട് വരാം. ഇടത്തേക്ക് പൊക്കോളൂ. ഈ മലയടിവാരത്തിലൂടെ പുറത്തേക്ക് വഴിയുണ്ട്. ഓടിക്കോ. നല്ലെടുത്തറിയൂമാരെ. വാ ജാങ്കോ, നിന്റെ റെഡ്ജോയെ കാണിക്കാം. നമുക്ക് പോകാം ജാങ്കോ. നീ ഇവരെ എല്ലാവരെയും നോക്കിക്കോ, അവന്മാരെ ഞാൻ നോക്കിക്കോളാം. ആരെങ്കിലും വന്നി കേട്ടൊന്ന് അഴിക്കടാ. സർദാർ, ഇനി വേറെ വഴിയില്ല. അവർ റോഡ് വഴി മാത്രമേ നഗരത്തിലേക്ക് പോകൂ. ഇതിനപ്പുറം എനിക്ക് ഓടാ വയ്യ. ആ എരുമയുടെ പുറത്തിരുന്നോളൂ. എരുമയുടെ പുറത്തോ? എന്റെ പപ്പ ഒരിക്കൽ എരുമയുടെ പുറത്തിരുന്നതാ. എരുമ ഓടിക്കഴിഞ്ഞപ്പോ ദാ കിടക്കുന്നു പപ്പ താഴെ. പപ്പ തിരിച്ച് വീട്ടിലെത്തിയപ്പോ ദേ എല്ലൊക്കെ ഒടിഞ്ഞതേ ഇങ്ങനെ ഇങ്ങനെ കിടക്കുമായിരുന്നു. ക്രാക്ക് ക്രാക്ക്. നിങ്ങൾക്കറിയോ? ഇപ്രാവശ്യം അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അത് പാവം ഒരു എരുമയാണ്. അതെ, പപ്പയെ വിളിക്കൂ. നമുക്ക് അദ്ദേഹത്തെ അതിന്റെ മുകളിൽ ഇരുത്താം. അതോടുകൂടി പപ്പയുടെ പേടി മാറും. അല്ല കൊച്ചളിയാ? എന്തിനാടാ ഇത്രയും വലിയൊരു സ്റ്റാറിന് മുമ്പ് വെച്ച് അടി വാങ്ങാൻ ആഗ്രഹിക്കുന്നേ? ഓരോരുത്തരുടെ അഭിമാനം അവരവരുടെ കയ്യിൽ തന്നെ ഹണി. ഞാൻ എന്തായാലും അതിന്റെ മുകളിൽ കയറി ഇരിക്കാൻ പോവാണ്. എടാ, എല്ലാരും വേഗം വന്ന് ഇരിക്കേ. ലെറ്റ്സ് ഗോ മേഡം. വരുന്നുണ്ട്. സംശയമുണ്ടോ? അതാ പോകുന്നു ജിമ്മി. എടാ, ദേ പോകുന്നു ജിമ്മി. കണ്ടില്ലേ? നമ്മള് മുമ്പിലേക്ക് കേറി ദയ്യ. ഈ റേസിൽ നമ്മളാണ് ജയിച്ചത് അല്ലേ ദയ്യ? നമ്മള് ജയിച്ചു. ഈ രണ്ട് കോവർ കഴുതുകളെയും കൊണ്ട് ഞാൻ തോറ്റു. എവന്മാരെ കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല. ഞാൻ തന്നെ എന്തെങ്കിലും ചെയ്യേണ്ടി വരും. നമ്മൾ രക്ഷപ്പെട്ടേ.
പിന്നെ ഡാൻസ് കളിക്കാം. ആദ്യം ആ ഗിറ്റാർ കൈക്കലാക്കാം. സർദാർ അടുത്തെത്താറായി. ഈ എരുമയ്ക്ക് കുതിരയുടെ സ്പീഡിൽ ഓടാൻ കഴിയില്ല. സംശയമുണ്ടോ? അതെ, നിങ്ങൾക്ക് എന്നെ ശരിക്കും മനസ്സിലായില്ലെന്ന് തോന്നുന്നു. ഇനി നോക്കിക്കോ ഞാൻ എങ്ങനെയാ ഓടാൻ പോകുന്നേന്ന്. ഇത് മാഡമല്ല, സാർ ആണടാ സാർ. അവിടെ അവിടെ നിൽക്കാൻ. ഗുങ്കുറിന്റെ കാര്യം കട്ട പുകയായി ദയ്യ. ബോസ് ഇവിടെ വീണ സ്ഥിതിക്ക് നമ്മൾ ഇവിടെ നിൽക്കുന്ന അത്ര പന്തിയല്ല. കുതിരെ കൊടുത്തിട്ട് മിക്കവാറും എരുമയെ വാങ്ങേണ്ടി വരും. വളരെ വേഗത്തിലാ ഓടുന്നത്. ഈ നദി ഗണ്ഡിനഗർ വരെയാണ് പോകുന്നത്. നമുക്ക് ചങ്ങാടത്തിൽ പോയാ പെട്ടെന്ന് എത്താൻ സാധിക്കും. ഏയ് വോ, ഒരു തവണ ചന്തിക്കെട്ടിൽ എന്റെ പപ്പ ചങ്ങാടത്തിൽ പോയിരുന്നു. അവിടെ വെച്ച് വെള്ളത്തിൽ വീണതാ. പിന്നെ പൊങ്ങിയതങ്ങ് ഗംഗയിലും. ഞാൻ പറഞ്ഞത് ഡോൾഗഞ്ചിലെ കാര്യ. ആയിക്കോട്ടെ, പപ്പ ഏതായാലും തിരിച്ചു കിട്ടിയില്ലേ. അയ്യോ, പക്ഷെ എനിക്ക് പേടിയാവുന്നുണ്ട് കൂട്ടുകാരെ. പേടിക്കേണ്ട ഒരു ആവശ്യവുമില്ല, ഞങ്ങൾ കൂടെ തന്നെയുണ്ട്. വരൂ. സാർ, ഇതാ ടിക്കറ്റ്. ഇത് ഞങ്ങൾക്കൊന്ന് വേഗം തരാമോ? ഓക്കേ. എന്നെ രക്ഷിക്കൂ. ഞാനിപ്പോ മുങ്ങിച്ചാവും. എന്നെ രക്ഷിക്കാരെങ്കിലും. വേഗം പിടിച്ച് മുകളിൽ കേട്ടേ. നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? എനിക്ക് കുഴപ്പമൊന്നുമില്ല. എന്ത് വേണമെങ്കിലും ചെയ്തോ, പക്ഷെ വെള്ളത്തിലോട് മാത്രം കളിക്കരുത്. സംശയമുണ്ടോ? അവന്മാരിതാ ഇവിടെ എത്തി. നീയൊക്കെ ഇനി രക്ഷപ്പെട്ട് എങ്ങോട്ട് പോകാനാ? അതാണ് അതാണ്. ഇന്ന് വരെ എന്റെ അമ്മ പോലും എന്നെ തല്ലിയിട്ടില്ല. നിങ്ങൾക്കറിയോ? ഇയാൾ എന്നെ തല്ലി. എന്നാ പിടിച്ചോ, തലയ്ക്ക് ഇരിക്കട്ടെ ഒരെണ്ണം. ഒന്ന് വേഗം തൊഴിൽ എന്റെ കൂട്ടുകാരെ, അല്ലെങ്കിൽ ഞാൻ വീണ്ടും വൈകും. പിടിക്കാമാരെ. ജിമ്മി ഇവിടെ ഇല്ല, പകരം ഹണിയെ മതിയോ? അതെ സാറേ, പറഞ്ഞോളൂ. ഇനി ഞാൻ അടിക്കും. അതാണ് കൺട്രോൾ ബോസ്. എന്നെ കളിയാക്കുന്നോ? ഇപ്പൊ ഞാൻ കാണിച്ചു തരാം.
രക്ഷിക്ക്, എന്നെ രക്ഷിക്ക്, ഞാൻ മുങ്ങിപ്പോവാണ്. ദാ കിടക്കുന്നു വെള്ളത്തില്. അതാണ്. അയ്യോ വീഴ്ത്താനല്ലായിരുന്നു, അവരെ പിടിക്കാനായിരുന്നു. ഇനി നമ്മൾ ആ ഗിറ്റാർ എങ്ങനെ കൈക്കലാക്കും? ഗിറ്റാർ ദാ ഇവിടെ ഉണ്ട്, വരൂ. ഇയാളാ എന്റെ മുഖത്തോട്ടിങ്ങനെ നോക്കി നിൽക്കുന്നേ. പിടിക്കവന്മാരെ, പെട്ടെന്നാവട്ടെ. വെറുതെ വിടരുത് അവന്മാരെ, വേഗം വാ. ദാ അത് കണ്ടോ, ഫ്ലൈയിങ് ക്ലബ്ബ്. ഫ്ലൈയിങ് ക്ലബ്ബ് പ്ലെയിനിലാണെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് ഖണ്ഡി നഗറിലെത്തും. സംശയമുണ്ടോ? വൗ, ഞാൻ മാത്രമാണ് പറയുന്നത്. വൗ വൗ വൗ, ഇത് എന്റെ പപ്പയുടെ പ്രൈവറ്റ് പ്ലെയിൻ ആണ്. എനിക്കാണെങ്കിൽ പറക്കാൻ വളരെ ഇഷ്ടവുമാണ് കൂട്ടുകാരെ. എന്നാൽ ഇനി സമയം കളയണ്ട. വൗ. ഇതിനകത്ത് പൈലറ്റിനെ കാണുന്നില്ലല്ലോ, പിന്നെ എങ്ങനെയാ നമ്മൾ പോവുക? നേരം വൈകുന്നു. ഇതല്ലാതെ ഗാന്ധിനഗറിലേക്ക് പോകാൻ വേറെ വഴിയില്ല. എന്നാ പിന്നെ ഞാൻ ഓടിക്കാം, വരൂ. ഞാൻ കളിക്കുന്ന പ്ലെയിൻ പണ്ട് ഒരുപാട് ഓടിച്ചിട്ടുള്ളതാണ്. പിടിക്കവന്മാരെ, വേഗമാകട്ടെ. വേഗം പോട്ടെ ദയ്യ, ഒരിക്കൽ കൂടി ആവുമ്പോ രക്ഷപ്പെടാൻ പാടില്ല. വേഗമാകട്ടെ, അവര് വരികയാണ്. എന്ത് പറ്റി? എന്താണെന്നറിയില്ല, പ്ലെയിൻ വലിക്കുന്നില്ല. നിൽക്ക്, ഇത് ഞാൻ നോക്കിക്കോളാം. വാ പോകട്ടെ. നിനക്ക് പറക്കാൻ ഭയങ്കര ആഗ്രഹമല്ലേ? ചെല്ല്, പോയി പറക്ക്. നിങ്ങൾക്ക് ഡാൻസ് കളിക്കാൻ വലിയ ഇഷ്ടമല്ലേ? എന്നാ ഡാൻസ് ചെയ്യ്. താ താ തെയ്യ തെയ്യ താ തെയ്യ താ താ തെയ്യ താ താ തെയ്യ താ താ തെയ്യ. ദേ നോക്കിയേ, നിങ്ങളുടെ കൂട്ടുകാരൻ താഴേക്ക് പോയി. നീയും താഴേക്ക് ചെല്ല്. അതാണ്. ഇനി ഇവന്മാരെ നമുക്ക് നേരെ ഖണ്ഡി നഗറിൽ വെച്ച് പിടികൂടാം. വരൂ. കൊച്ചളിയ, ഒരു ചെറിയ പ്രോബ്ലം ഉണ്ട്. റിമോട്ട് പ്ലെയിനിൽ നിന്നും വ്യത്യസ്തമാണ്. എനിക്കിത് പറത്താൻ അറിയില്ല. നമുക്ക് വേഗം കൺട്രോൾ റൂമിലേക്ക് കോണ്ടാക്ട് ചെയ്യാം. ഹലോ കൺട്രോൾ റൂം. ഹലോ, അതെ, കൺട്രോൾ റൂമാണ്. നിങ്ങൾക്ക് പ്ലെയിൻ കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? ഇവിടെ ഇരിക്കുമ്പോ പ്ലെയിൻ അല്ലേ കൺട്രോൾ ചെയ്യാൻ പറ്റുകയുള്ളൂ. BP കൺട്രോൾ ചെയ്യാനല്ലോ ഇരിക്കുന്നേ. BP കൺട്രോൾ ചെയ്യാൻ കഴിയുമായിരുന്നെങ്കിൽ ഞാനിപ്പോ ഡോക്ടർ ആയേനെ. ഇയാൾ എന്തൊക്കെ ബോധമില്ലാതെ വിളിച്ചു കൂവിക്കൊണ്ടിരിക്കുന്നേ. ശാന്തമായിരിക്കൂ, ശാന്തമായിരിക്കൂ, ശാന്തമായിരിക്കൂ. ഒന്ന് ശാന്തമാകൂ. ആരാണ് ശാന്തൻ? അയാൾ എവിടെയാണ് ഇരുത്തേണ്ടത്? മനസ്സ് നിയന്ത്രിക്കൂ. അവിടെ ഡാഷ്ബോർഡിനടുത്തൊരു പച്ച ബട്ടൺ കാണാം. അതിൽ അമർത്തി. അയ്യോ, അതിൽ അമർത്താൻ പാടില്ലായിരുന്നു. അത് അമർത്തിയാൽ പ്ലെയിനിന്റെ ഫാൻ നിന്നു പോകും. അത് കുഴപ്പമില്ല, ഇവിടെ ആവശ്യത്തിനുള്ള തണുപ്പുണ്ട്. താങ്കൾ ആദ്യം പ്ലെയിൻ കൺട്രോൾ ചെയ്യാനുള്ള വഴി പറഞ്ഞു തരൂ. പ്ലെയിൻ പറപ്പിക്കുന്ന ഫാൻ ആണോ നിന്ന് പോയത്? പിന്നെ വാവ്,
അയ്യോ വീണേ ആ പച്ച ബട്ടൺ വീണ്ടും അമർത്തു. തൊട്ടടുത്ത് ഒരു ലിവറും കാണും. ലിവർ താഴേക്ക് താഴ്ത്തി. എടോ അത് മുകളിലേക്കാ പൊക്കേണ്ടത്. ഇനി ഇപ്പോ തന്നെ പ്ലെയിനിന്റെ എഞ്ചിൻ നിൽക്കും. അമ്മച്ചി നോക്കൂ, നിങ്ങൾ നിങ്ങളുടെ ലൊക്കേഷൻ എനിക്ക് പറഞ്ഞു തരൂ. അല്ലെങ്കിൽ പ്ലെയിനിന്റെ പുറത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞാലും. പുറത്തേക്ക് നോക്കുമ്പോൾ എന്താണ് കാണുന്നത്? നിങ്ങൾക്ക് മരങ്ങൾ എന്തെങ്കിലും കാണാൻ പറ്റുന്നുണ്ടോ? അല്ലെങ്കിൽ ഏതെങ്കിലും നദികളോ മറ്റോ? ഏത് ടവറാ കുഞ്ഞേ? ഞാനും ഇവിടെ ഒരു ടവറിലാ നിൽക്കുന്നേ. കൂടാതെ എന്റെ മുന്നിലും ഒരു പ്ലെയിൻ ഉണ്ട്. എന്ത്? കണ്ടെയ്നറിൽ എത്താനുള്ള വെപ്രാളത്തിൽ ഞങ്ങളുടെ ഗ്യാസ് പോയി. സംശയമുണ്ടോ? ഇനി എന്റെ ഷോയ്ക്ക് 1 മണിക്കൂറേ ബാക്കിയുള്ളൂ. അല്ല ഇതാരാ എന്റെ കാലി പിടിച്ച് വലിക്കുന്നേ? ഷോ എങ്ങാനും ക്യാൻസൽ ആവുകയാണെങ്കിൽ അനാഥാലയത്തിലെ കുട്ടികൾക്ക് ഒരു കാശ് പോലും തിരിച്ചു കിട്ടില്ല. ഇനി നമ്മൾ എന്താ ചെയ്യാ? ഗണ്ഡി നഗറിലേക്ക് 1/2 മണിക്കൂറത്തെ യാത്രയേ ഉള്ളൂ അനിയ. എന്റെ ബൈക്ക് വേണമെങ്കിൽ എടുത്തോളൂ. കൂടാതെ ഒരു ആംബുലൻസിനെ ഇങ്ങോട്ട് അയക്കണേ. ഓ ജംഗോ പോ. എടാ ഞാൻ വേണമെങ്കിൽ നിന്റെ കാല് പിടിക്കാം. പോ, വേഗം ഒന്ന് പോ. അത് ശരി, അപ്പൊ നിനക്ക് അനുസരിക്കാൻ പറ്റില്ലല്ലേ? നിനക്കിതാ ഇവിടെ കാണണോ? വിട്ടോ ബണ്ണി, വേഗം വിട്ടോ. നമ്മൾ എന്തിനാണ് ഓടുന്നത്? അവന്മാരാകെ 4-5 പേര് മാത്രമല്ലേ ഉള്ളൂ. അവന്മാർക്കിട്ട് പൊട്ടിച്ചിട്ട് നമുക്കൊരു പോലീസിൽ ഏൽപ്പിക്കാം. ഒരു അവന്മാർക്കിട്ട് 2 പൊട്ടിച്ചിട്ട് നമുക്ക് പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കാം. സംശയമുണ്ടോ? ഇല്ല, സമയമില്ല. ഷോ തുടങ്ങാൻ ഇനി 1/2 മണിക്കൂർ ബാക്കി. അതെ, ആദ്യം ജിമ്മിയെ ഷോയിൽ എത്തിക്കണം നമുക്ക്. അല്ലെങ്കിൽ കുട്ടികളെ വല്ലാതെ ബാധിക്കും. അവിടെ എത്തിയതിനു ശേഷം ഇവർക്കുള്ള പണി കൊടുക്കാം. ഒന്ന് നിക്ക്. എടാ നിന്നോടല്ല ഞാൻ നിക്കാൻ പറഞ്ഞത്. പൊയ്ക്കോ, നീ പൊയ്ക്കോ. എടോ സിഗ്നൽ വെട്ടിച്ചിട്ട് എങ്ങോട്ടാ പോകുന്നേ? എടോ അവിടെ നിൽക്കാൻ. എന്തിനാടോ സിഗ്നൽ തെറ്റിച്ചത്? അതും കുതിരപ്പുറത്ത്. തന്റെ ലൈസൻസ് എടു കാണട്ടെ. അതെ, ഞാൻ ഓർക്കസ്ട്രക്കാരനൊന്നും അല്ല, കൊള്ളക്കാരുടെ സർദാറാ ഞാൻ. നിനക്ക് ഇത്ര ധൈര്യോ? എന്റെ വഴിമുടക്കാൻ മാത്രം നീ ആളായോ? നിനക്ക് വേണ്ടുന്ന മരുന്ന് എന്റെ കയ്യിലുണ്ട്. ഇനി നിന്റെ ലൈസൻസ് കാണിക്കേ. എന്നെ ഭീഷണിപ്പെടുത്തുന്നോടാ? അടി ഇങ്ങോട്ട് എടുക്കണ കുതിരയുടെ ബുക്കും പേപ്പറും. അതൊന്നും എന്റെ കയ്യിലില്ല. എന്നാ കുതിരയെ സീല് വെക്കേണ്ടി വരും. അയ്യോ, കുതിരയില്ലാതെ എവിടെയെങ്കിലും പോയാ ഈ കൊള്ളക്കാരന്റെ കെട്ടിപ്പോ വല്ലാതെ കുറഞ്ഞു പോകും. പിന്നെ ഞാൻ എങ്ങനെയാ പോവുക? അതിപ്പോ എനിക്ക് എങ്ങനെ അറിയാം? കുതിരയുടെ ബുക്കും പേപ്പറും ലൈസൻസും കാണിച്ചിട്ട് മര്യാദക്ക് കുതിരയും കൊണ്ട് പോക്കോ. മനസ്സിലായോ? അയ്യോ, കുതിരയും പോയി. കുതിര മാത്രമല്ല, എന്റെ മാനവും പോയി. ഇതിലും നല്ലത് ആ ഓർക്കസ്ട്രയുടെ പണി തന്നെ ആയിരുന്നു. ആ കാണുന്ന
ഇതാണ് സ്റ്റേഡിയം. ഫാസ്റ്റ്. അയ്യോ ആകെ കുലുമാലായി ജിമ്മി സാറേ. ദേ അവിടെ ഓഡിയൻസ് കിടന്ന് ബഹളം വെക്കുക. ജിമ്മി നിങ്ങൾ പോയി പെർഫോമൻസിന് വേണ്ടി തയ്യാറാകൂ. അയ്യോ എവിടെയാ രത്നങ്ങൾ? രത്നങ്ങൾ എവിടെയാന്നാ ചോദിച്ചത്? ഞാൻ കൊള്ളക്കാരുടെ സർദാറാണ്. രത്നങ്ങൾ ഞാൻ തന്നെ കൊണ്ടുപോകും. നീ സർദാറാണെങ്കിൽ ഇത് സോർദാറാണ്. സംശയമുണ്ടോ? രത്നം ഞങ്ങളുടേതാണ്. അത് ഞങ്ങൾ തന്നെ കൊണ്ടുപോകും. അതാണ്. വേഗം വാ, നീ ഇങ്ങോട്ട് വാടക ഗുരു. ഇന്ന് നിന്റെ കാര്യം ഞങ്ങൾ തീരുമാനിക്കും. അതാണ്. ജിമ്മിയെ സമയത്തിന് എത്തിക്കണമായിരുന്നു. അതുകൊണ്ടാ ഞങ്ങൾ ഓടിയത്. ഇനി കളി ഞങ്ങൾ കാണിച്ചു തരാം. അതിനെന്താ, പാടാലോ? ഞാൻ പാടാം. ഹീറോ എന്നാൽ ഇന്നിവിടെ ഞാനാ, ഹീറോയിന് മാത്രമായി ഒരു ജന്മമേകിയിരുന്നു നീ. മനസ്സിൽ മോഹമായി, മനസ്സിൽ മോഹമായി, മനസ്സിൽ മോഹമായി. അയ്യോ എന്തിനാ ഇങ്ങനെ എറിയുന്നത്? അയ്യോ ഇവിടെ തക്കാളി എറിയല്ലേ. തക്കാളിക്ക് നല്ല വിലയുള്ളതാ. എല്ലാവരും നമ്മളെ ചീഞ്ഞോണ്ട് എറിയാണ്. അയ്യോ ഇതെന്താ, ഷൂസോ ചെരുപ്പോ? അയ്യോ ഇതിനൊരു അർത്ഥമില്ലേ? അയ്യോ മതി മതി, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പറഞ്ഞ പോലെ ഞാൻ താൻ നിർത്തി. അയ്യോ രക്ഷിക്കണേ. അയ്യോ ഓടിക്കോ. വേഗം പോലീസിനെ വിളിക്ക്. ഇവൻ കൊള്ളക്കാരുടെ തലവനാണ്. ഇവരാണെങ്കിൽ കള്ളക്കടത്തുകാരും. അവരോട് പറഞ്ഞേക്ക് രത്നങ്ങൾ പെർഫോമൻസ് കഴിഞ്ഞിട്ട് തരാന്ന്. അതൊക്കെ ജിമ്മിയുടെ ഗിറ്റാറിന്റെ ബെൽറ്റിലാണ് ഉള്ളത്. താങ്ക് യു. നിങ്ങൾ ഇവരെ പിടികൂടിയിരിക്കുന്നു. അയ്യോ ഇന്ന് ഞാൻ ഗുണ്ടകളിൽ നിന്നും കൊള്ളക്കാരിൽ നിന്നും രക്ഷപ്പെട്ട് ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം ഈ 4 പേർ മാത്രമാണ്. സന്തോഷം കൊണ്ടുള്ള നന്ദിയുണ്ട് കുട്ടികളെ. ഇന്ന് നിങ്ങൾ സഹായിച്ചില്ലായിരുന്നെങ്കിൽ ഈ ഷോ ക്യാൻസൽ ആയി പോയേനെ. മാത്രമല്ല ഞങ്ങളുടെ അനാഥാലയത്തിലെ കുട്ടികൾക്ക് വളരെയധികം നഷ്ടം സംഭവിക്കുമായിരുന്നു. കാരണം ഈ ഷോയിൽ നിന്ന് കിട്ടുന്ന പണം മുഴുവനും അവർക്കാണ് കൊടുക്കുന്നത്. ഇത് ഞങ്ങളുടെ കടമയായിരുന്നു. ചെല്ലു ജിമ്മി, ആരാധകർ നിങ്ങളെ കാത്തിരിക്കുന്നു. ജിമ്മിയെ കൊണ്ടുവാ. ജിമ്മിയെ കൊണ്ടുവാ. ജിമ്മി എവിടെ? ഞങ്ങളുടെ ജിമ്മിയെ കൊണ്ടുവാ. ഞങ്ങളുടെ ജിമ്മിയെ കൊണ്ടുവാ. കാരണം ജിമ്മി വന്നോ?